ശാന്തി 3/9/24 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഏതെങ്കിലും പതീത ദേഹധാരികളോട് സ്നേഹം വയ്ക്കാതിരിക്കണം. കാരണം നിങ്ങൾ പാവന ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബാബയെ സ്നേഹിക്കണം. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ഏത് വസ്തുവിനോട് മടുപ്പുണ്ടാകാൻ പാടില്ല? എന്തുകൊണ്ട്? ഉത്തരം: നിങ്ങൾക്ക് തൻ്റെ ഈ പഴയ ശരീരത്തോട് അല്പം പോലും മടുപ്പുണ്ടാകരുത്. കാരണം ഈ ശരീരം വളരെ വളരെ വാല്യുബിളാണ്. ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിച്ച് വളരെ വലിയ ലോട്ടറി നേടിക്കൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിലിരിക്കുമെങ്കിൽ സന്തോഷത്തിൻ്റെ പോഷണം ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഇപ്പോൾ ദൂരദേശത്ത് വസിക്കുന്നവരും പിന്നെ ദൂരദേശത്തെ പാസഞ്ചേഴ്സുമാണ്. നമ്മൾ ആത്മാക്കളാണ് ഇപ്പോൾ വളരെ ദൂരദേശത്ത് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേവലം കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. നമ്മൾ ആത്മാക്കൾ ദൂരദേശത്ത് വസിക്കുന്നവരാണ്. ദൂരദേശത്ത് വസിക്കുന്ന ബാബയെയും വിളിക്കുന്നു, വന്ന് നമ്മളെയും അവിടെ ദൂരദേശത്തേക്ക് കൊണ്ടുപോകൂ. ഇപ്പോൾ ദൂരദേശത്ത് വസിക്കുന്ന ബാബ കുട്ടികളായ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ ആത്മീയ പാസഞ്ചേഴ്സാണ്. കാരണം ഈ ശരീരത്തോടൊപ്പമാണല്ലോ. ആത്മാവ് തന്നെയാണ് ട്രാവലിംഗ് ചെയ്യുന്നത്. ശരീരത്തെ ഇവിടെ തന്നെ ഉപേക്ഷിക്കും. പിന്നെ ആത്മാവ് തന്നെ ട്രാവലിംഗ് അഥവാ യാത്ര ചെയ്യും. ആത്മാവ് എവിടേക്ക് പോകും? തൻ്റെ ആത്മീയ ലോകത്തിലേക്ക്. ഇത് ഭൗതിക ലോകമാണ്, അത് ആത്മീയ ലോകമാണ്. കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇപ്പോൾ വീട്ടിലേക്ക് തിരികെ പോകേണ്ടതുണ്ട്. അവിടെ നിന്നും പാട്ട് അഭിനയിക്കുവാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് വളരെ വലിയ അരങ്ങ് അഥവാ സ്റ്റേജാണ്. സ്റ്റേജിൽ ആക്ട് ചെയ്ത് പാട്ട് അഭിനയിച്ച ശേഷം എല്ലാവർക്കും തിരികെ പോകേണ്ടതുണ്ട്. നാടകം എപ്പോൾ പൂർത്തിയാകുമോ അപ്പോൾ പോകുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയോഗം വീട്ടിലും രാജധാനിയിലുമാണ്. ഇത് ഉറപ്പോടെ ഓർമ്മിക്കൂ. കാരണം അന്ത്മതി സോഗതി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ശിവ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നു എന്നറിയുന്നുണ്ട്. ഭഗവാൻ ഈ പുരുഷോത്തമ സംഗമ യുഗത്തിലല്ലാതെ മറ്റൊരിക്കലും പഠിപ്പിക്കുകയില്ല. മുഴുവൻ 5000 വർഷത്തിലും നിരാകാരനായ ഭഗവാനായ ബാബ ഒരേ ഒരു തവണ വന്ന് പഠിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉറച്ച നിശ്ചയമുണ്ട്. പഠനവും എത്ര സഹജമാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ആ വീടിനോട് മുഴുവൻ ലോകത്തിനും സ്നേഹമുണ്ട്. മുക്തിധാമത്തിലേക്ക് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. മനുഷ്യരുടെ ബുദ്ധി ഈ സമയത്ത് എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ എങ്ങനെ ആയിരിക്കുകയാണ്? എത്ര വ്യത്യാസമുണ്ട്? നിങ്ങളുടേത് സ്വച്ഛ ബുദ്ധിയാണ്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് മുഴുവൻ വിശ്വത്തിൻ്റെയും ആദ്യം മധ്യ അന്ത്യത്തിൻ്റെ നോളജ് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ട്. നമുക്കിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് നരനിൽ നിന്നും നാരായണൻ തീർച്ചയായും ആകേണ്ടതുണ്ട്. ഇവിടെ നിന്നും ആദ്യം തൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ സന്തോഷത്തോടെ പോകണം. ഇതുപോലെ സത്യയുഗത്തിൽ ദേവതമാർ സന്തോഷത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. അതേപോലെ ഈ പഴയ ശരീരത്തെയും സന്തോഷത്തോടെ ഉപേക്ഷിക്കണം. ഇതിനോട് മടുപ്പുണ്ടാകരുത്. കാരണം ഇത് വളരെ വാല്യുബിൾ ശരീരമാണ്. ഈ ശരീരത്തിലൂടെ തന്നെയാണ് ആത്മാവിന് ബാബയിൽ നിന്നും ലോട്ടറി ലഭിക്കുന്നത്. നമ്മൾ പവിത്രം ആകാത്തത് വരെയും വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല.
ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെയാണ് ആ യോഗബലത്തിലൂടെ പാപങ്ങളുടെ ഭാരം ഇറങ്ങുന്നത്. ഇല്ലെങ്കിൽ വളരെയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പവിത്രം തീർച്ചയായും ആകേണ്ടതുണ്ട്. ലൗകിക സംബന്ധത്തിലും കുട്ടികൾ ഏതെങ്കിലും മലിനവും പതീതവുമായ കാര്യം ചെയ്യുകയാണെങ്കിൽ പിതാവ് ദേഷ്യത്തിൽ വന്ന് വടികൊണ്ട് അടിക്കുന്നു. കാരണം നിയമവിരുദ്ധമായി പതീതമാകുന്നു. ആരോടെങ്കിലും നിയമവിരുദ്ധമായ സ്നേഹം വയ്ക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്ക് നല്ലതായി തോന്നുന്നില്ല. ഈ പരിധിയില്ലാത്ത പിതാവ് പറയുന്നു, കുട്ടികളായ നിങ്ങൾക്ക് ഇവിടെ കഴിയേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ വികാരിയും പതീതവുമായ ആരുമില്ല. ഒരേ ഒരു പതീത പാവനായ ബാബ വന്ന് ഇങ്ങനെ നിങ്ങളെ പാവനമാക്കുന്നു. ബാബ സ്വയം പറയുന്നു, എൻ്റെ ജന്മം ദിവ്യവും അലൗകികവുമാണ്. മറ്റൊരു ആത്മാവിനും എന്നെ പോലെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. പിന്നെ ധർമ്മസ്ഥാപകർ ആരെല്ലാം വരുന്നുവോ അവരുടെ ആത്മാവും പ്രവേശിക്കുന്നുണ്ടെങ്കിലും ആ കാര്യമേ വേറെയാണ്. ഞാൻ വരുന്നത് തന്നെ എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അവരാണെങ്കിൽ മുകളിൽ നിന്നും താഴെ ഇറങ്ങി വരുന്നു തൻ്റെ പാർട്ട് അഭിനയിക്കുവാൻ. ഞാനാണെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആദ്യമാദ്യം പുതിയ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്നത് പറഞ്ഞു തരുന്നു. ആ പുതിയ ലോകമായ സത്യയുഗത്തിൽ കൊക്കുകളൊന്നും ഉണ്ടായിരിക്കില്ല. ബാബ വരുന്നത് തന്നെ കൊക്കുകളുടെ നടുവിലാണ്. പിന്നെ നിങ്ങളെ ഹംസമാക്കി മാറ്റുന്നു. നിങ്ങളിപ്പോൾ ഹംസം ആയിരിക്കുകയാണ്. മുത്തുകൾ തന്നെയാണ് പെറുക്കുന്നത്. സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഈ രത്നം ലഭിക്കുകയില്ല. ഇവിടെ നിങ്ങൾ ഈ ജ്ഞാനരത്നം പെറുക്കി ഹംസമാകുന്നു. കൊക്കിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് ഹംസമാകുന്നത്? ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങളെ ഹംസമാക്കുന്നു. ദേവതമാരെ ഹംസമെന്നും അസുരന്മാരെ കൊക്ക് എന്നും പറയും. ഇപ്പോൾ നിങ്ങൾ മാലിന്യം ഉപേക്ഷിച്ച് മുത്തുകൾ പെറുക്കുന്നു. നിങ്ങളെ തന്നെയാണ് പദമാപദം ഭാഗ്യശാലി എന്ന് പറയുന്നത്. നിങ്ങളുടെ പാദത്തിൽ പദമങ്ങളുടെ മുദ്ര പതിയുന്നു. ശിവബാബയ്ക്ക് പദമമാകാൻ തക്കവണ്ണം പാദങ്ങളേ ഇല്ല. ആ ഒന്ന് നിങ്ങളെ പദമാപദം ഭാഗ്യശാലിയാക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കാൻ വന്നിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടവയാണ്. സ്വർഗം ഉണ്ടായിരുന്നു എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നുവല്ലോ. എന്നാൽ എപ്പോൾ ഉണ്ടായിരുന്നു? വീണ്ടും എങ്ങനെ ഉണ്ടാകും? ഇതറിയില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ പ്രകാശത്തിൽ വന്നിരിക്കുകയാണ്. അവരെല്ലാം അന്ധകാരത്തിലാണ്. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരി എപ്പോൾ എങ്ങനെ ആയി? ഇത് അറിയുകയില്ല. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഏതുപോലെ നിങ്ങൾ പാർട്ട് അഭിനയിക്കാൻ വരുന്നുവോ അതേപോലെ ഞാനും വരുന്നു. നിങ്ങൾ ക്ഷണം നൽകി വിളിക്കുന്നു, ഹേ ബാബ, പതീതരായി നമ്മളെ വന്ന് പാവനമാക്കൂ. മറ്റാരോടും ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല. തങ്ങളുടെ ധർമ്മസ്ഥാപകരോടും വന്ന് സർവരെയും പാവനമാക്കൂ എന്ന് പറയുകയില്ല. ക്രൈസ്റ്റിനെ അഥവാ ബുദ്ധനെ പതീത പാവനൻ എന്ന് പറയുകയില്ല. ഗുരു എന്നാൽ സദ്ഗതി ചെയ്യുന്നവൻ. അവരാണെങ്കിൽ വരുന്നു. അവർക്ക് പിന്നാലെ എല്ലാവർക്കും താഴെ ഇറങ്ങേണ്ടതുണ്ട്. ഇവിടെ നിന്നും തിരികെ പോകാനുള്ള വഴി പറഞ്ഞു തരുന്നവൻ, സർവരുടെയും സദ്ഗതി ചെയ്യുന്നവൻ അകാലമൂർത്തിയായ ഒരേ ഒരു ബാബയാണ്. വാസ്തവത്തിൽ സദ്ഗുരു എന്ന വാക്ക് തന്നെയാണ് റൈറ്റായത്. നിങ്ങളെക്കാൾ റൈറ്റായ വാക്ക് സിഖുകാർ പറയുന്നു. വലിയ വലിയ ശബ്ദത്തോടെ പറയുന്നു, സദ്ഗുരു അകാൽ. വളരെ ശക്തമായി ധ്വനി മുഴക്കുന്നു. സദ്ഗുരു അകാലമൂർത്തി എന്ന് പറയുന്നു. മൂർത്തിയെ ഇല്ലാതിരിക്കുന്നുവെങ്കിൽ അത് പിന്നെ എങ്ങനെ സദ്ഗുരുവാകും? സദ്ഗതി എങ്ങനെ നൽകും? ആ സദ്ഗുരു സ്വയമേ വന്ന് തൻ്റെ പരിചയം നൽകുന്നു.
ഞാൻ നിങ്ങളെപ്പോലെ ജന്മം എടുക്കുന്നില്ല. മറ്റുള്ളവരെല്ലാം ശരീരധാരികളാണിരുന്ന് കേൾപ്പിക്കുന്നത്. നിങ്ങളെ അശരീരിയായ ആത്മീയ പിതാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഈ സമയത്ത് മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നുവോ അത് റോങ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം രാവണന്റെ മതത്തിലാണല്ലോ. ഓരോരുത്തരിലും 5 വികാരമുണ്ട്. ഇപ്പോൾ രാവണ രാജ്യമാണ്. ഈ കാര്യങ്ങൾ ഡീറ്റെയിലായി ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇല്ലെങ്കിൽ പിന്നെ മുഴുവൻ ലോകത്തിൻ്റെയും ചക്രത്തെക്കുറിച്ച് എങ്ങനെ അറിയുവാൻ കഴിയും? ഈ ചക്രം എങ്ങനെ തിരിയുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരൂ എന്ന് നിങ്ങൾ പറയുന്നില്ല. സ്വയമേ ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും ചോദിക്കേണ്ടതായിട്ടില്ല. ഭഗവാൻ പിതാവാണ്. പിതാവിൻ്റെ ജോലിയാണ് എല്ലാം സ്വയമേ കേൾപ്പിക്കുക, സ്വയമേ എല്ലാം ചെയ്യുക എന്നത്. കുട്ടികളെ സ്കൂളിൽ പിതാവ് സ്വയമേ ഇരുത്തുന്നു, ജോലിയിൽ ഏർപ്പെടുത്തുന്നു. പിന്നെ അവരോട് പറയുന്നു, 60 വയസ്സിന് ശേഷം ഇതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ഭജിക്കണം, വേദശാസ്ത്രങ്ങളും മറ്റും പഠിക്കണം, പൂജ ചെയ്യണം എന്നെല്ലാം. നിങ്ങൾ പകുതി കൽപ്പം പൂജാരിയായി, പിന്നെ പകുതി കൽപ്പത്തേക്ക് പൂജ്യരാകുന്നു. പവിത്രം എങ്ങനെയാകാം എന്നതിനെക്കുറിച്ച് എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ ഭക്തി പൂർണ്ണമായും ഒഴിവാകുന്നു. അവരെല്ലാം ഭക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുന്നു. അവർ രാത്രിയിലാണ്, നിങ്ങൾ പകലിലേക്ക് പോകുന്നു, അതായത് സ്വർഗത്തിലേക്ക്. ഗീതയിൽ മന്മനാഭവ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ വാക്ക് പ്രസിദ്ധമാണ്. ഗീത പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സഹജമായി എഴുതിയിരിക്കുകയാണ്. മുഴുവൻ ആയുസ്സും ഗീത പഠിച്ചു വന്നു, യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ അതേ ഗീതയുടെ ഭഗവാൻ ഇരുന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ പതിതത്തിൽ നിന്നും പാവനമായി മാറുന്നു. ഇപ്പോൾ നമ്മൾ ഭഗവാനിൽ നിന്നും ഗീത കേൾക്കുന്നു, പിന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു, പാവനമാകുന്നു. ബാബയുടെ മഹാവാക്യമാണല്ലോ ഇത്. അതേ സഹജ രാജയോഗമാണ്. മനുഷ്യർ എത്ര അന്ധവിശ്വാസത്തിൽ മുങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളെ കേൾക്കുന്നില്ല. ഡ്രാമയനുസരിച്ച് അവരുടെയും ഭാഗ്യം എപ്പോഴാണോ തുറക്കുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളുടെ അടുക്കൽ വരാൻ സാധിക്കൂ. നിങ്ങളെപ്പോലെ ഭാഗ്യം മറ്റൊരു ധർമ്മത്തിലുള്ളവർക്കും ഉണ്ടായിരിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങളുടെ ഈ ദേവീ ദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ബാബ പറയുന്നത് ശരിയാണ്. ശാസ്ത്രങ്ങളിലാണെങ്കിൽ അവിടെയും കംസനെയും രാവണനെയും മറ്റും ഇരുന്ന് കാണിച്ചിരിക്കുന്നു. അവിടെയുള്ള സുഖത്തെക്കുറിച്ച് ആർക്കും അറിയുകയില്ല. ദേവതമാരെ പൂജിക്കുന്നുണ്ട്, എങ്കിലും ബുദ്ധിയിൽ ഒന്നും ഇരിക്കുന്നില്ല. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ എന്ന് പിതാവ് കുട്ടികളോട് പറയുന്നത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ലൗകിക പിതാവ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യിക്കാറുണ്ടോ? ഇത് പരിധിയില്ലാത്ത പിതാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെ ആദിമധ്യ അന്ത്യത്തെ അറിഞ്ഞ് ചക്രവർത്തി രാജാവായി മാറും. ആദ്യം നിങ്ങൾ വീട്ടിലേക്ക് പോകും, പിന്നെ പാർട്ടധാരിയായി വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് പുതിയ ആത്മാവാണോ പഴയ ആത്മാവാണോ എന്ന് ആർക്കും മനസ്സിലാവുകയില്ല. പുതിയ ആത്മാവിന് തീർച്ചയായും പ്രസിദ്ധി ഉണ്ടാകുന്നു. ഇപ്പോഴും നോക്കൂ, ചിലർക്കൊക്കെ എത്ര പ്രസിദ്ധി ഉണ്ടാകുന്നു. മനുഷ്യർ അനേകം വന്നുകൊണ്ടിരിക്കുന്നു. ഇരിക്കവേ അനായാസമായി തന്നെ വരുന്നു. അപ്പോൾ ആ പ്രഭാവം ഉണ്ടാകുന്നു. ബാബയും ഇദ്ദേഹത്തിൽ അനായാസമായി തന്നെ വരുന്നു. അപ്പോൾ ആ പ്രഭാവം ഉണ്ടാകുന്നു. ആ പുതിയ ആത്മാവും വരുമ്പോൾ പഴയവരിൽ പ്രഭാവമുണ്ടാകുന്നു. ശാഖോപശാഖകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ മഹിമയുണ്ടാകുന്നു. ഇവർക്ക് പ്രശസ്തി ഉള്ളത് എന്തുകൊണ്ടാണ്?
എന്നാർക്കും അറിയില്ല. പുതിയ ആത്മാവ് ആയത് കാരണം അവരിൽ ആകർഷണം ഉണ്ടായിരിക്കും. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, എത്ര അനേകം അസത്യമായ ഭഗവാന്മാർ ഉണ്ടായിരിക്കുകയാണ്. അതിനാൽ സത്യത്തിൻ്റെ തോണി ആടി ഉലയും, എന്നാൽ മുങ്ങിപ്പോകുന്നില്ല എന്ന് മഹിമയുണ്ട്. കൊടുങ്കാറ്റ് വളരെയധികം വരുന്നുണ്ട്. കാരണം ഭഗവാൻ തോണിക്കാരനാണല്ലോ. കുട്ടികളും കുലുങ്ങുന്നു. തോണിയിൽ കൊടുങ്കാറ്റ് വളരെയധികം ഏൽക്കുന്നു. മറ്റൊരു സത്സംഗങ്ങളിൽ അനേകം പേർ പോകുന്നു. പക്ഷേ അവിടെ ഒരിക്കലും കൊടുങ്കാറ്റിൻ്റെയോ മറ്റോ കാര്യമേ വരുന്നില്ല. ഇവിടെ അബലകളുടെ മേൽ എത്ര അത്യാചാരമുണ്ടാകുന്നു. എന്നിരുന്നാലും സ്ഥാപന നടക്കേണ്ടതുണ്ട്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഹേ ആത്മാക്കളെ, നിങ്ങൾ എത്ര കാട്ടുമുള്ളുകൾ ആയിരിക്കുകയാണ്. മറ്റുള്ളവരെ മുള്ളുകൊണ്ട് കുത്തുന്നു, അപ്പോൾ നിങ്ങൾക്കും മുള്ള് ഏൽക്കുന്നു. ഓരോ കാര്യത്തിനും റെസ്പോണ്ട് ലഭിക്കുന്നു. അവിടെ ദുഃഖത്തിൻ്റെ മോശമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ അതിനെ പറയുന്നത് തന്നെ സ്വർഗം എന്നാണ്. മനുഷ്യർ സ്വർഗമെന്നും നരകമെന്നും പറയുന്നു, പക്ഷേ മനസ്സിലാക്കുന്നില്ല. ഇന്നയാൾ സ്വർഗത്ത് പോയി എന്ന് പറയുന്നു. ഈ പറയുന്നതും വാസ്തവത്തിൽ റോങ് ആണ്. നിരാകാരി ലോകത്തെ ഹെവൻ എന്ന് പറയുന്നില്ല, അത് മുക്തിധാമമാണ്. ഇവർ പിന്നെ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ഈ മുക്തിധാമം ആത്മാക്കളുടെ വീടാണ്. ഇവിടെ ഒരു വീടുള്ളതുപോലെ ഭക്തിമാർഗത്തിൽ വളരെ ധനികരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ഉയർന്ന ക്ഷേത്രം നിർമ്മിക്കുന്നു. ശിവന്റെ ക്ഷേത്രം നോക്കൂ, എങ്ങനെ നിർമ്മിച്ചിരിക്കുകയാണ്. ലക്ഷ്മിനാരായണന്റെയും ക്ഷേത്രം ഉണ്ടാക്കുന്നു. അപ്പോൾ സത്യമായ ആഭരണവും മറ്റും എത്ര ഉണ്ടായിരിക്കും. വളരെയധികം ധനമുണ്ടായിരിക്കും. ഇപ്പോഴാണെങ്കിൽ അസത്യമായിരിക്കുകയാണ്. നിങ്ങളും മുൻപ് എത്ര സത്യമായ ആഭരണം അണിഞ്ഞിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഗവൺമെന്റിനെ ഭയന്ന് സത്യമായത് ഒളിപ്പിച്ചു വെച്ച് അസത്യമായത് ധരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണെങ്കിൽ സത്യം തന്നെ സത്യമാണ്. അസത്യമായ യാതൊന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ സത്യമായത് ഉണ്ടായിരുന്നാലും ഒളിപ്പിച്ചു വയ്ക്കുന്നു. ദിനം പ്രതിദിനം സ്വർണത്തിന് വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ സ്വർഗം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാം പുതിയത് ലഭിക്കും. പുതിയ ലോകത്തിൽ എല്ലാം പുതിയതാണ്. അളവറ്റ ധനമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, ഓരോ വസ്തുവും എത്ര വില കൂടിയത് ആയിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് മൂലവതനം മുതലുള്ള എല്ലാ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. മൂലവതനത്തിൻ്റെ രഹസ്യം ബാബയല്ലാതെ മറ്റാരാണ് മനസ്സിലാക്കിക്കുക? നിങ്ങൾക്കും പിന്നെ ടീച്ചർ ആകേണ്ടതുണ്ട്. ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരുന്നു കൊള്ളൂ. കമലപുഷ്പ സമാനം പവിത്രമായിരിക്കൂ. മറ്റുള്ളവരെയും തനിക്ക് സമാനം ആക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന പദവി നേടാൻ സാധിക്കും. ഇവിടെ കഴിയുന്നവരെക്കാളും അവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കും. നമ്പർ വൈസ് തന്നെയാണ്. പുറത്ത് കഴിയുകയാണെങ്കിൽ പോലും വിജയമാലയിൽ കോർക്കപ്പെടുക സാധ്യമാണ്. ഒരാഴ്ചത്തെ കോഴ്സ് എടുത്ത ശേഷം വിദേശത്ത് പോകാം, അല്ലെങ്കിൽ എവിടെയും പോകാം. മുഴുവൻ ലോകത്തിനും മെസ്സേജ് ലഭിക്കേണ്ടതുണ്ട്. ബാബ വന്നിരിക്കുകയാണ്. കേവലം പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആ ബാബ തന്നെയാണ് ലിബറേറ്റർ, ഗൈഡ്. അവിടെ നിങ്ങൾ ഏവരും പോവുകയാണെങ്കിൽ പത്രങ്ങളിലും വളരെയധികം പേര് വരും. മറ്റുള്ളവർക്കും ഇത് വളരെ സഹജമായ കാര്യമായി തോന്നും. ആത്മാവും ശരീരവും രണ്ട് വസ്തുക്കളാണ്. ആത്മാവിൽ തന്നെയാണ് മനസ്സും ബുദ്ധിയുമുള്ളത്. ശരീരമാണെങ്കിൽ ജഡമാണ്. ആത്മാവാണ് പാർട്ട്ധാരിയാകുന്നത്. വിശേഷതയുള്ള വസ്തു ആത്മാവാണ്. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കണം. പുറത്തുള്ളവർ ഓർമ്മിക്കുന്ന അത്രയും ഇവിടെ കഴിയുന്നവർ ഓർമ്മിക്കുന്നില്ല. ആരാണോ വളരെയധികം ഓർമ്മിക്കുന്നത്, തനിക്ക് സമാനമാക്കിക്കൊണ്ടിരിക്കുന്നത്, മുള്ളുകളെ പുഷ്പമാക്കിക്കൊണ്ടിരിക്കുന്നത്, അവർ ഉയർന്ന പദവി നേടുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, മുൻപ് നമ്മളും മുള്ളായിരുന്നു. ഇപ്പോൾ ബാബ ഓർഡിനൻസ് ഇറക്കിയിരിക്കുകയാണ്. കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ
നിങ്ങൾ ജഗജ്ജീത്തായി മാറും. എന്നാൽ എഴുതി വച്ചിരിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നിരിക്കുകയാണ്. ശരി, മധുരമധുരമായ സിക്കിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ജ്ഞാനരത്നങ്ങൾ പെറുക്കുന്ന ഹംസം ആകണം. മുത്തുകൾ തന്നെ പെറുക്കണം. മാലിന്യം ഉപേക്ഷിക്കണം. ഓരോ ചുവടിലും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിച്ച് പദമാപദം ഭാഗ്യശാലി ആകണം. ഉയർന്ന പദവി നേടുന്നതിനായി ടീച്ചറായി വളരെ പേരുടെ സേവനം ചെയ്യണം. കമലപുഷ്പ സമ്മാനം പവിത്രമായിരുന്ന് തനിക്ക് സമാനമാക്കണം. മുള്ളുകളെ പുഷ്പമാക്കണം. വരദാനം: നിന്റേത് എന്റേത് എന്ന ചഞ്ചലതയെ സമാപ്തമാക്കി ദയാഭാവന എമർജ് ചെയ്യുന്ന മേഴ്സിഫുൾ ആയി ഭവിക്കട്ടെ. സമയം പ്രതി സമയം എത്ര ആത്മാക്കൾ ദുഃഖത്തിൻ്റെ അലകളിൽ വരുന്നു. പ്രകൃതിയുടെ ഒരൽപ്പം ചഞ്ചലത ഉണ്ടാകുന്നു എങ്കിൽ, ആപത്തുകൾ വരുന്നുവെങ്കിൽ അനേകം ആത്മാക്കൾ പിടയുന്നു, മേഴ്സിയും ദയവും യാചിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മാക്കളുടെ വിളി കേട്ട് ദയാഭാവന എമർജ് ചെയ്യൂ. മേഴ്സിഫുള്ളിൻ്റെ പൂജ്യ സ്വരൂപം ധാരണ ചെയ്യൂ. സ്വയം തന്നെ സമ്പന്നമാക്കൂ. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ ലോകം സമ്പന്നമാകും. ഇപ്പോൾ പരിവർത്തനത്തിൻ്റെ ശുഭഭാവനയുടെ അലകൾ തീവ്രഗതിയോടെ വ്യാപിപ്പിക്കൂ. അപ്പോൾ നിന്റേത് എന്റേത് എന്ന ചഞ്ചലത സമാപ്തമാകും. സ്ലോഗൻ: വ്യർത്ഥ സങ്കല്പങ്ങളുടെ ചുറ്റിക കൊണ്ട് സമസ്യയാകുന്ന കല്ലിനെ ഉടയ്ക്കുന്നതിന് പകരം ഹൈ ജമ്പ് ചെയ്ത് സമസ്യയാകുന്ന പർവ്വതത്തെ മറികടക്കുന്നവരാകൂ. ഓം ശാന്തി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു. സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും
വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.